ഹായ് ഓൾ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 2023 ഏപ്രിലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ഇൻറ്റഗ്രൽ സൈൻ 2x ഇൻറ്റു കോസ് 3x. സൈൻ 2x ഇൻറ്റു കോസ് 3x. ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. 2023 ഏപ്രിൽ 2023 3 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിച്ച ആളുകളാണ് ഫസ്റ്റ് സെമിസ്റ്ററിൽ. ഈ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് സം ഫോർമുലാസും പ്രൊഡക്റ്റ് ഫോർമുലാസും. പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. സൈൻ എ കോസ് ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി, ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഈ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റിയാൽ, അതായത് സൈൻ 2x ഇൻറ്റു കോസ് 3x എന്ന് എഴുതിയാൽ എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് എയുടെ സ്ഥാനത്ത് 2x, ബിയുടെ സ്ഥാനത്ത് ബിയുടെ പൊസിഷനിൽ 3x ആണല്ലോ, പ്ലസ് സൈൻ ഓഫ് എയുടെ സ്ഥാനത്ത് 2x, ബിയുടെ സ്ഥാനത്ത് 3x. അപ്പം നമുക്കിതിനെങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് 2xും 3xും 5x പ്ലസ് സൈൻ ഓഫ് 2x മൈനസ് 3x മൈനസ് എക്സ് അല്ലേ? മൈനസ് എക്സ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈ പറയുന്ന ഫംഗ്ഷനെ നമുക്കൊന്നുകൂടെ ഞാൻ മാറ്റാം. അതായത് സൈൻ 5x അതേപോലെ തന്നെ സൈൻ ഓഫ് മൈനസ് എക്സ് നിങ്ങൾ പഠിച്ചതാണ്. അതായത് ഈ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത് ഹാഫ് ഇൻറ്റു സൈൻ 5x അതേപോലെ തന്നെ കിടക്കും. ഈ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ മൈനസ് സൈൻ എക്സ് എന്നാണ്. മൈനസ് സൈൻ എക്സ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സൈൻ എക്സ് അല്ലെങ്കിൽ കൊസീക്ക് എക്സ് അല്ലെങ്കിൽ ടാൻ എക്സ്, കോട്ട് എക്സ്, ഈ 4 ഫങ്ഷൻസ് ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഇവിടെ ശ്രദ്ധിക്കാം. ഈ സൈൻ എക്സ്, അതിൻ്റെ ഇൻവേഴ്സായ കൊസീക്ക് എക്സ്, പിന്നെ ടാൻ എക്സ്, കോട്ട് എക്സ്, ഈ 4 ഫങ്ഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 4 ഫങ്ഷൻസ് ഈവൻ ഫങ്ഷൻസ്. ഈ 4 ഫങ്ഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 4 ഫങ്ഷൻസും ഓഡ് ഫങ്ഷൻസ് എന്നാണ് പറയുക. ഓഡ് ഫങ്ഷൻ എന്നാണ് പറയുക. അതായത് ഓഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതെന്തിന് ഈക്വലായിരിക്കും? മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച് കാണും. ഇത് ട്രിഗ്നോമെട്രിയുമായി ബന്ധപ്പെട്ട് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് ഓഫ് എക്സിന് ഈക്വലാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. കാരണം സൈൻ എക്സ് ഒരു ഓഡ് ഫങ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു സൈൻ ഓഫ് 5x
മൈനസ് സൈൻ എക്സ്. മൈനസ് സൈൻ എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ആദ്യം കോൺസ്റ്റൻറ്റിനെ എടുത്ത് പുറത്തേക്ക് ഇടുക. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഓഫ് 5x മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ ഒരു ഡി എക്സ് ഉണ്ട്, ഇവിടെ ഒരു ഡി എക്സ്. 1/2 അവിടെ പുറത്ത് കിടന്നോട്ടെ, ഒന്നും ചെയ്യേണ്ടതിനെ മാറ്റി അവിടെ വയ്ക്കുക. ഇൻ്റഗ്രൽ ഓഫ് സൈൻ 5x ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? എന്താണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്? സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ് അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ്റഗ്രൽ സൈൻ എ എക്സ് എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഓഫ് സൈൻ എ എക്സ്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ എ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതാണ് ഇതൊക്കെ. മൈനസ് കോസ് എ എക്സ് ബൈ എ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. മൈനസ് കോസ് എ എക്സ് ബൈ എ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ആണല്ലോ. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/2 പുറത്ത് തന്നെ കിടക്കട്ടെ, ഇൻറ്റു സൈൻ 5x ആണ്. അപ്പം എന്ത് വരും? മൈനസ് കോസ് 5x ബൈ 5 മൈനസ് സൈൻ എക്സിൻ്റെത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മൈനസ് കോസ് എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. ഒന്നുകൂടി ഇതിനെ വൃത്തിയാക്കിയിട്ട് എഴുതിയാൽ 1/2 ഇൻറ്റു മൈനസ് കോസ് 5x ഡിവൈഡഡ് ബൈ 5 പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്ന് നമ്മളുടെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഓഡ് ഫംഗ്ഷനും ഈവൺ ഫംഗ്ഷനും. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ചില ഫങ്ഷൻസ് ആണ് സൈൻ, കൊസീക്ക്, കോട്ട്, ടാൻ എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻ. അപ്പം ഈ ഒരു ഭാഗം ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ നമുക്കത് ചെയ്യാൻ സാധിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, 3 മാർക്കിന് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. പഠിച്ച് വയ്ക്കുക. ക്ലിയർ ആണ്, ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ, മുന്നോട്ട് പോവാലോ. ഇനി ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഏകദേശം സിമിലർ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. കഴിഞ്ഞ വർഷം തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം, അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കണം. ഇൻ്റഗ്രൽ കോസ് 4x ഇൻറ്റു സൈൻ 2x dx. ഇൻ്റഗ്രൽ കോസ് 4x ഇൻറ്റു സൈൻ 2x. ഇവിടെ നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യനും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ സൈനും കോസുമായിരുന്നു ഫംഗ്ഷൻ അല്ലേ? നേരത്തെ പ്രോബ്ലം എടുത്താൽ നമുക്ക് എന്തായിരുന്നു? സൈൻ എ കോസ് ബി ഫോം ആയിരുന്നു. ഇവിടെയോ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്, കോസ് എ സൈൻ ബി. എന്താണ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ? കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം? ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി. ഓക്കെ, കോസ് എ സൈൻ ബി എന്ന് പറയുമ്പം ആകെ ഒരൊറ്റ
ഒരൊറ്റ വ്യത്യാസം മാത്രമേ നമുക്കവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അതായത് നേരത്തെ സൈൻ എ കോസ് ബി ഫോം ആണെങ്കിൽ ഇവിടെ കോസ് എ സൈൻ ബി ഫോമാണ്. വേറെ ഒരു വ്യത്യാസവും ഇല്ല, ബാക്കിയെല്ലാം സെയിം ആണ് എന്ന കാര്യവും കൂടി എന്ത് ചെയ്യുക, ഇവിടെ മനസ്സിലാക്കി വയ്ക്കുക. കിട്ടിയോ? എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഫോമിലോട്ട് ഇതിനൊന്ന് മാറ്റാം. അതായത് കോസ് 4x ഇൻറ്റു സൈൻ 2x എങ്ങനെ ചെയ്യാം? ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് 4xും 2xും 6x മൈനസ് സൈൻ ഓഫ് 4x മൈനസ് 2x അല്ലേ? അതിവിടെ 4xും 2xും ആഡ് ചെയ്തു. ഇനി ആ സ്റ്റെപ്പ് അതേപോലെ എഴുതാം. അതായത് ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് എക്ക് പകരം 4x പ്ലസ് ബിക്ക് പകരം 2x മൈനസ് സൈൻ ഓഫ് എക്ക് പകരം 4x മൈനസ് 2x. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് 4x പ്ലസ് 2x 6x മൈനസ് സൈൻ ഓഫ് 4x മൈനസ് 2x ആണെങ്കിൽ 2x. ഇപ്പം സൈൻ ഓഫ് 6xും സൈൻ ഓഫ് 2xും ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ, അതായത് 1/2 ഇൻറ്റു സൈൻ ഓഫ് 6x മൈനസ് സൈൻ ഓഫ് 2x dx അല്ലേ? നേരത്തെ ചെയ്ത പോലെ 1/2 ആദ്യം എടുത്ത് പുറത്തേക്കിടാം. ബാക്കിയുള്ളത് സൈൻ ഓഫ് 6x മൈനസ് സൈൻ ഓഫ് 2x dx ആണല്ലോ. രണ്ട് ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ സൈൻ ഓഫ് 6x dx മൈനസ് സൈൻ ഓഫ് 2x dx. സൈനിൻ്റെത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു മൈനസ് കോസ് ആണ്. സോ 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് 6x ബൈ 6 മൈനസ് കോസ് ഓഫ് 2x ബൈ -2 പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. ശരിയല്ലേ? ഓക്കെ അല്ലേ? പിന്നെ എങ്ങനെ എഴുതാം ഇതിനെ? ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് എഴുതിയാൽ 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് 6x ബൈ 6 പ്ലസ് കോസ് ഓഫ് 2x ബൈ 2 പ്ലസ് സി. അപ്പോൾ ഈ പ്രോബ്ലം ഓക്കെ ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ഈ രണ്ട് ടൈപ്പ് എന്തായാലും പരീക്ഷയ്ക്ക് പഠിക്കുക, എന്തായാലും നമുക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് കഴിഞ്ഞ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം ഏറെക്കുറെ നിങ്ങൾക്ക് പരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും കാണുമ്പം. ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു സീക്ക് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ ഓഫ് എക്സ് സ്ക്വയർ dx. എക്സ് സ്ക്വയർ dx. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഈ പറയുന്ന ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതാണ് ക്വസ്റ്റ്യൻ. സീക്ക് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ ഓഫ് എക്സ് സ്ക്വയർ dx.
ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്. എന്തുകൊണ്ടാണ് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തത്? ഇക്വേഷൻ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ നമുക്ക് 2 ഫങ്ഷൻസ് ആണ് കിടക്കുന്നത്. 2 അല്ല, ശരിക്കും 3 ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് എക്സ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ, 2 സീക്ക് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നൊരു ഫങ്ഷൻ, ടാൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ. അപ്പോൾ ഇവിടെ പോസിബിൾ ആവുന്ന അല്ലെങ്കിൽ ആവാൻ സാധ്യതയുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഞാനിവിടെ ഏറ്റവും വലിയ വേരിയബിൾ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഞാൻ എക്സ് സ്ക്വയറിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കാം. അതായത് യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി യു ബൈ ഡി എക്സ് എന്താ വരിക? 2x എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡി യു എന്താ വരിക? ഡി യു എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു ഡി എക്സ്, 2x ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും അല്ലേ? 2x ഇൻറ്റു ഡി എക്സ്. ഇതിൽ നിന്ന് എക്സ് ഡി എക്സ് മാത്രം നമുക്കൊന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. എക്സ് ഡി എക്സ് മാത്രം എന്തിനാന്നുള്ളത് വഴിയെ മനസ്സിലാവും. എക്സ് ഡി എക്സ് എന്താ വരിക? ഡി യു എന്ന് പറഞ്ഞാൽ 2x ഡി എക്സ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഡി എക്സ്? എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ 2 ആണ്. എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ 2 ആണ്. ആണല്ലോ. എന്തിനാണ് ഞാൻ എക്സ് ഡി എക്സ് എടുത്തതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു എക്സ് കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു ഡി എക്സ് കിടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരെയും കമ്പൈൻ ചെയ്താൽ നമ്മുടെ ഫംഗ്ഷൻ കുറച്ചുകൂടി ഒന്ന് എളുപ്പമാവും. അതിനാണ് ഞാനിവിടെ എക്സ് ഡി എക്സ് ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ ആണോ? ഇത്രയും സ്റ്റെപ്പ് ഓക്കെ ആണോ? ആദ്യം നമ്മൾ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയറിന് യു എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. അതിനുശേഷം ഡി യു എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു ഡി എക്സ് എടുത്തു. അതിനുശേഷം എക്സ് ഡി എക്സ് മാത്രം ഒന്ന് കണ്ടുപിടിച്ച് വെച്ചു. എന്തിനു വേണ്ടി? ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു ഡി എക്സ് ഉണ്ട്. എക്സും ഉണ്ട്, അതേപോലെ തന്നെ ഡി എക്സും കിടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഇതിന് ഞാനൊന്ന് മാറ്റം വരുത്തുകയാണ്. ഈ എക്സിനെ ഞാൻ തൽക്കാലം ഇങ്ങോട്ട് മാറ്റുകയാണ്. ഇവിടെ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എക്സ് സ്ക്വയറിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇൻറ്റഗ്രൽ സീക്ക് ഓഫ് എക്സ് സ്ക്വയറിന് യു എന്ന് നമ്മൾ കൊടുത്തു. ടാൻ ഓഫ് എക്സ് സ്ക്വയറിന് യു എന്ന് കൊടുത്തു. ഇനി ഈ പറയുന്ന എക്സ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. വേണമെങ്കിൽ അത് ഞാൻ ഒന്ന് മാറ്റി എഴുതാം, എന്നാൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവില്ല. ഇൻറ്റഗ്രൽ ആദ്യം സീക്ക് എക്സ് സ്ക്വയർ, സീക്ക് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഈ ഒരു എക്സ് ഞാൻ ഇങ്ങോട്ടെടുത്തു, എക്സ് ഡി എക്സ്. എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എക്സ് സ്ക്വയറിന് യു എന്ന് കൊടുത്തു. സോ സീക്ക് യു എന്ന് നമുക്ക് കിട്ടി. പിന്നെയുള്ളത് ടാൻ ഓഫ് എക്സ് സ്ക്വയർ, ബട്ട് എക്സ് സ്ക്വയറിന് അവിടെ ഞാൻ യു എന്ന് കൊടുത്തു. എക്സ് ഡി എക്സ് എന്താ വരുന്നത്? എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ 2. ഡി യു ബൈ 2 കിട്ടിയോ? ഈ 1/2 എന്നുള്ളതിനെ ആദ്യം ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. 1/2 ഇൻറ്റഗ്രൽ സീക്ക് യു ഇൻറ്റു ടാൻ യു ഡി യു. സീക്ക് യു ഇൻറ്റു ടാൻ യു ഡി യു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ്. കഴിഞ്ഞ ക്ലാസ് കണ്ട ആളുകളാണെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. ഇൻറ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സീക്ക് എക്സ് പ്ലസ് സി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, പഠിച്ചു വയ്ക്കണം. പഠിക്കാത്തവർ പഠിക്കുക. ഇൻറ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് സീക്ക് എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം യു ആണെന്നുള്ളൊരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എന്താ വരിക? 1/2 ഇൻറ്റു സീക്ക് യു ടാൻ യു സീക്ക് യു അല്ലേ? സീക്ക് യു പ്ലസ് സി എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇനി യുവിന് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? യുവിന് കൊടുത്തത് എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ വരും? 1/2 സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി. 1/2 സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി. 1/2 സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും. 1/2 സീക്ക് ഓഫ് എക്സ് സ്ക്വയർ
പ്ലസ് സി. 1/2 സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും. 1/2 സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി. 1/2 സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് നമ്മളുടെ ആൻസർ കിട്ടും. 1/2 സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് പറയുന്ന ആൻസറിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എത്തിച്ചേരുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് ഇത് കളയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയി എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. കിട്ടിയല്ലോ? ഇത് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇൻ്റഗ്രേഷനിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളത് പഠിച്ചു വെച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ പഠിച്ചു പോകണം. അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഇൻ്റഗ്രൽ 0 to π cos square x dx. cos square x dx. ഇൻ്റഗ്രൽ 0 to π cos square x dx. കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. എങ്ങനെയാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുക നിങ്ങൾ? കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോസ് സ്ക്വയർ എക്സിന് ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 + cos 2x/2. 1 + cos 2x/2 നിങ്ങൾ പഠിച്ച ഒരു ഇക്വേഷൻ ആയിരിക്കും അല്ലേ? കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 + cos 2x/2. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പം എങ്ങനെ മാറ്റാം ഇതിനെ? കോസ് സ്ക്വയർ എക്സിന് പകരം ഇൻ്റഗ്രൽ 0 to π 1 + cos 2x/2 dx എന്ന് നമുക്ക് എഴുതാം. ആദ്യം 1/2നെ നമുക്ക് പുറത്തോട്ടിടാം. ഇൻ്റഗ്രൽ 0 to π 1 + cos 2x dx അല്ലേ? നമുക്കിതിന് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π 1 × dx പ്ലസ് ഇൻ്റഗ്രൽ cos 2x dx 0 to π. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ സോൾവ് ചെയ്യാം. 1 × dx എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം dx 1 × dx dx ആണ്. dxൻ്റെ ഇൻ്റഗ്രൽ x ആണ് അല്ലേ? നിങ്ങൾക്കതറിയാം. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എക്സ് ആണ്. വിത്തിൻ ദ ലിമിറ്റ് 0 to π. വിത്തിൻ ദ ലിമിറ്റ് 0 to π. cos 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? sin 2x/2 നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് വിത്തിൻ ദ ലിമിറ്റ് 0 to π. വിത്തിൻ ദ ലിമിറ്റ് 0 to π. ഇനി നമുക്കിതിലൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഈ 1/2 ഇപ്പോൾ വെളിയിൽ തന്നെ കിടക്കട്ടെ. ഇവിടെ നോക്കൂ, എക്സിന് ആദ്യം കൊടുക്കേണ്ടത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് അപ്പറിലെ വാല്യൂ പിന്നെ ലോവറിലെ വാല്യൂ. സോ π - 0 ഇതാണ് ആദ്യത്തത്. ഇവിടെ എന്താ വരിക? sin 2π/2. ആദ്യം എക്സിന് ഞാൻ π കൊടുത്തു, എക്സിന് π കൊടുത്തു, അടുത്തത് എക്സിന് 0 കൊടുക്കുക. sin 2 ×
0/2. ശരിയല്ലേ? സൈൻ 2πയുടെ വാല്യൂ എത്രയാണ്? സൈൻ 2π, അതായത് സൈൻ 360യുടെ വാല്യൂ എത്രയാണ്? നിങ്ങൾ പഠിച്ചതല്ലേ ഇത്? സൈൻ 360യുടെ വാല്യൂ എത്രയാണ് വരുന്നത്? നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണത്. സൈൻ 360. സൈൻ 360യുടെ വാല്യൂ എത്രയാണ് വരിക? 0 ആണ് അല്ലേ? സൈൻ 360യുടെ വാല്യൂ 2π എന്ന് വെച്ചാൽ 360 അറിയാലോ. സോ 1/2 ഇൻറ്റു പൈ മൈനസ് 0 പ്ലസ് ഈ ഭാഗം എന്തായി? കംപ്ലീറ്റ് ആയിട്ട് 0 ആയി. കാരണം എന്താ? സൈൻ 360 0 ആണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് 0 ആയി. സൈൻ 2 ഇൻറ്റു 0 0 ആണ്. സൈൻ 0യും 0 ആണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്? ആൻസർ വരുന്നത് 1/2 ഇൻറ്റു പൈ, അതായത് π/2 അല്ലേ? 1/2 ഇൻറ്റു പൈ, നമ്മുടെ ആൻസർ π/2. അപ്പോൾ cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് cos 2x/2. ഇമ്പോർട്ടൻ്റ് ആണ്. cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് cos 2x/2. cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് cos 2x/2. 1 പ്ലസ് cos 2x/2. cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് cos 2x/2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് cos 2x/2. cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് cos 2x/2. cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് cos 2x/2 എന്ന് പഠിച്ച് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരും. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ 0 ടു π/2 cos x ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin x dx. cos x ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin x dx. cos x ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin x dx. cos x ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin x dx. എങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക? ഇവിടെ നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുക. പറ്റില്ല എന്ന് കണ്ടാൽ ഒന്നും ചെയ്യരുത്. നമ്മൾ നേരെ ഏതിലോട്ട് പോയിക്കൊള്ളണം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പോവുക. ഇവിടെ ഏതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എപ്പോഴും ഈ ലോവർ പാർട്ട്, അതായത് ഡിനോമിനേറ്റർ, ഇപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെങ്കിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസിലും ഡിനോമിനേറ്റർ പാർട്ടിലായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു DU ഫോം നമുക്ക് മുകളിൽ വന്നാലേ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് മെജോറിറ്റി ക്വസ്റ്റ്യൻസിലും ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഭാഗം, അതായത് നമ്മൾ ഈ ക്വോഷ്യൻ്റ് കൊടുക്കുമ്പം ഏറ്റവും താഴെ കിടക്കുന്ന ഭാഗം ഡിനോമിനേറ്റർ നിങ്ങൾക്കറിയാം, ഈ ഡിനോമിനേറ്ററിലായിരിക്കും അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമുക്കും വേറെ മാറ്റമൊന്നും വേണ്ട, അതേപോലെ കൊടുക്കാം. അതായത് u ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 പ്ലസ് sin x ആണ്. 1 പ്ലസ് sin xന് ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പം നമ്മുടെ du/dx എന്താ വരിക? du/dx എന്ന് പറഞ്ഞാൽ sin xൻ്റെത് cos x, sin xൻ്റെത് cos x എന്ന് കിട്ടി. അങ്ങനെയാണ് du എന്ന് പറഞ്ഞാൽ എന്ത് വരും? cos x ഇൻറ്റു dx. cos x ഇൻറ്റു dx ആണല്ലോ. du എന്ന് പറഞ്ഞാൽ cos x ഇൻറ്റു dx ആണ് du എന്ന്. ഇവിടെ cos x ഇൻറ്റു dx മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തായി? പകുതി കളി ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് കൊടുക്കാം. ഇൻ്റഗ്രൽ 0 ടു π/2 cos x ഇൻറ്റു dx, നമുക്കത് du എന്ന് കൊടുക്കാം. ഇവിടെയുള്ളത് 1 പ്ലസ് sin x ആണ്, u എന്നും കൊടുത്തല്ലോ. ഓക്കെ ആണല്ലോ. എന്താ du/u എന്ന് വെച്ചാൽ ലോഗ് u ആണ് അല്ലേ?
ലോഗ് യു. വിത്തിൻ ദ ലിമിറ്റ് എത്രയാണ് കൊടുത്തത്? വിത്തിൻ ദ ലിമിറ്റ് 0 to π/2. ഇവിടെ പലർക്കും തെറ്റുന്നൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഈ 0 to π/2 എന്ന് പറയുന്നത് യുവിനല്ല കൊടുക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 0 to π/2 എന്തിനു വേണ്ടിയാണ് ഡിഫൈൻ ചെയ്തത്? എക്സിനാണ് ഡിഫൈൻ ചെയ്തത്. അതായത് എക്സിനാണ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യുവിന് പകരം എക്സിൻ്റെ ഫംഗ്ഷൻ കൊടുക്കണം. എന്തായിരുന്നു യുവിന് ഇവിടെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ? 1 + sin x. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? log ഓഫ് 1 + sin x കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ലിമിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം എങ്ങനെ കൊടുക്കാം. log ഓഫ് 1 + sin π/2 അല്ലേ? sin π/2. ആദ്യം log ഓഫ് sin π/2 കൊടുത്തു. അടുത്തതോ ഇങ്ങനെ കൊടുക്കണ്ട, ചെറിയൊരു മാറ്റം വരുത്താം. ആദ്യം π/2 ആണ് കൊടുക്കുന്നത്. log ഓഫ് 1 + sin x പകരം ഞാൻ ഇവിടെ π/2 കൊടുത്തു. മൈനസ് log ഓഫ് 1 + sin x പകരം 0 കൊടുത്തു. 0 കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ. log ഓഫ് 1 + sin π/2. sin 90യുടെ വാല്യൂ 1 ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. 1 മൈനസ് log ഓഫ് 1 + sin 0 ആണെങ്കിൽ 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കൂ. log ഓഫ് 1 + 1 log 2 മൈനസ് log 1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ സൈഡിലായിട്ട് എഴുതാം. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? log ഓഫ് a/b ആണ്. log ഓഫ് a/b അല്ലേ? അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log ഓഫ് a/b. a എത്രയാ? 2. b എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സോ അവർ ആൻസർ ഈസ് log 2. അവർ ആൻസർ ഈസ് log 2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും പരീക്ഷയ്ക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണ്? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.